Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്ങുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാ മാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബഹ്റിനിൽ അറിയപ്പെടുന്ന മ്യൂസിക്കൽ ബാൻഡായ പിങ്ക് ബാങ്, അതിലെ 3 ലേഡി സിംഗേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. കുറച്ച് സമയം നമുക്ക് ഇവരോടൊപ്പം ചിലവഴിക്കാം. നമസ്കാരം. പിങ്ക് ബാങ് ടീം, BMC ഗ്ലോബൽ ലൈവ് മെഗാ മാർട്ട് ബിഗ് ലവിൻ്റെ ഈ കുഞ്ഞു ഫ്രെയിമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫാമിലീസിനെ വെച്ചിട്ടാണ് ഈ ഷോ ചെയ്യുന്നത്. ഇന്നൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, നിങ്ങൾ അറിയപ്പെടുന്ന സിംഗേഴ്സാണ് നിങ്ങളെ വെച്ചിട്ടൊരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലേ? നമുക്ക് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഏതായാലും നിങ്ങൾ അറിയപ്പെടുന്ന സിംഗേഴ്സാണ്, ഒരു മനോഹരമായ പാട്ടിലൂടെ തുടങ്ങാം. ഓക്കെ ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. ഇത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും കാണാമറിയാത്തവളില്ലേ, എത്ര വിളിച്ചിട്ടും മറുവിളി കേട്ടില്ല, കേട്ടില്ലെന്നാലും കാതോരത്തവളില്ലേ, ഒരു തീരാത്ത നൊമ്പരമായി ഞാൻ എന്നെ തന്നെ തേടും നേരം, ആത്മാവിൻ സാന്ത്വനമായി വന്നവനേ പറയൂ, ഞാനെവിടെ ഞാനെവിടെ. മിഴികൾക്കിന്നെന്തു വെളിച്ചം, മൊഴികൾക്കിന്നെന്തു തെളിച്ചം, കാണാമോ ഒരു മായാജാല പെൺകൊടിയായി, അറിയാതെ ആത്മാവിൽ തൊട്ടു തൊട്ടിവൾ നിൽക്കുമ്പോൾ, കാണാമോ കാണാമോ. തുടക്കം തന്നെ മനോഹരമായി. നിങ്ങളുടെ പേര് ഒന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും നമുക്ക് ബഹ്റിനിലുള്ള പ്രേക്ഷകർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പേര് പറയും. ജിതില രജീഷ്. എവിടെയാണ് നാട്ടിൽ? കോഴിക്കോട്. കോഴിക്കോട്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 3 വർഷം. 3 വർഷം. പേരെന്താണ്? ഞാൻ രേഷ്മ സുബിൻദാസ്. എവിടെയാണ് നാട്ടിൽ? നിലമ്പൂർ. ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ? ഇവിടെ 8 ഇയേഴ്സ്. 8 ഇയേഴ്സായി. എന്താ പേര്? ഞാൻ ശരണ്യ ജിതേഷ്. ശരണ്യ ജിതേഷ്. കണ്ണൂരാണ് നാട്. ഇവിടെ 8 വർഷം. 8 വർഷമായിട്ട്. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയല്ലോ? ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളോ? ഹൗസ് വൈഫാണ്. ഓക്കെ, ഫൈൻ. സംഗീതം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹീതമായ കലയാണ് അല്ലേ? പാട്ട് പാടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിലേറെ അനുഗ്രഹമാണ്. ഈ പാട്ടിലോട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം, നിങ്ങൾക്ക് 3 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കും. ഓരോരുത്തരായിട്ടൊന്ന് പറയാമോ? പറയൂ, ജിതില പറയൂ. ഞാൻ മുന്നേ ഹസ്ബൻഡിൻ്റെ കൂടെ വേറൊരു രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു പ്രോഗ്രാം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന സമയത്തെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം, ആരുടെങ്കിലും കൂടെയൊക്കെ പാടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് രേഷ്മേനെ ഞാൻ പരിചയപ്പെടുന്നത്. അവളും വീട്ടിലൊക്കെ പാട്ടൊക്കെ പാടുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ ഇതിലൊക്കെ പാടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു ടീമിൻ്റെ ഭാഗമായി. ആ ടീമിൽ നിന്ന് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്തത് ശരണ്യനെയും നമുക്ക് അവിടുന്ന് കിട്ടി. പിന്നെ ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സായി. പിന്നെ ശരണ്യ പറഞ്ഞു. അങ്ങനെ നമ്മള് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു 1 ഇയർ പഠിച്ചിട്ടേ ഉള്ളൂ. 1 ഇയർ പഠിച്ചിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ. ഞാനും കുറച്ച് പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. അല്ല, ഈ സംഗീതത്തെ
എല്ലാവർക്കും സംഗീതം ഇഷ്ടമാണ്. എങ്കിലും ഒരു സിംഗറായിട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി വരാനുള്ള സാഹചര്യം എന്താണ്? അത് നല്ല താല്പര്യമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ ഇങ്ങനെ പാട്ട് പാടും, വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ എന്നല്ലാണ്ട് അങ്ങനെ എനിക്ക് സ്റ്റേജ് ഫിയർ നന്നായിട്ടുണ്ട്. അങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യാറുമില്ല ഇല്ല. അപ്പോൾ ചേച്ചിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു താല്പര്യം. അപ്പോൾ ആ ഒരു താല്പര്യം കൊണ്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതെ പാഷൻ കൊണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ ഒരു പേര് വിട്ടു ഞങ്ങളെ ടീമിന് വേണ്ടിയിട്ട്. അങ്ങനെ പറയൂ ശരണ്യ. ഞാനും അങ്ങനെ തന്നെ ഇവിടെ വന്ന് ഡയറക്റ്റ് വർക്കിലേക്ക് കടന്നു. പിന്നെ ഫാമിലി കുട്ടിയെ അങ്ങനെ പാട്ട് കുറേ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുക, നമ്മൾ ഒരു ലൈഫിലേക്ക് കടന്നപ്പോൾ പിന്നെ പാട്ടിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്നൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ BMCയിലായിരുന്നു എൻ്റെ തുടക്കം. ഫസ്റ്റ് BMCയിലാണ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റേജിൽ കയറിയത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാറ്റം ഉണ്ടായത്. അതിനുശേഷമാണ് വേറെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതും അതിലേക്ക് പോയി പാടിയതും. അതിനുശേഷം ജിതിലേനെ പരിചയപ്പെട്ടു. ജിതിലെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വേറെ ഒരു ടീമിൽ ഉണ്ടായതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ 3 പേരും കൂടി ഫിൽട്ടർ ചെയ്ത് വന്നതാണ്. അതെ അതെ, നമ്മൾ 3 പേരും ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഒരു ടീം ആയിട്ട് നമ്മൾ ഇങ്ങനെ ഫോം ചെയ്തു. നമ്മൾ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് വേറെ ഫ്രണ്ട്സിനെയും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ അവര് സാരംഗ, അഞ്ജു, നിത, പിന്നെ സുരമ്യ, ഇപ്പൊ അവരും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. പക്ഷെ ഞങ്ങൾ ആയത് തുടക്കം മാത്രം വന്നു. ശരി. അല്ല, നിങ്ങളിപ്പോൾ ഈ മ്യൂസിക്കിലോട്ട് ഈ സംഗീത മേഖലയിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ ഈ രീതിയിൽ ബഹ്റിനിൽ അറിയപ്പെടുന്ന സിംഗേഴ്സ് ആവുമെന്ന് എപ്പോഴെങ്കിലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ ഒരു 10 പേരെങ്കിലും അറിയുന്നതിന് കാരണം നമുക്ക് BMC കൂടെയാണ്. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ചെറിയൊരു ഇനോഗ്രേഷൻ പോലെയൊക്കെ നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഫോർമേഷൻ ഇവിടെ ആയിരുന്നു നടന്നത്. അതിന് നമ്മൾ ഒരുപാട് താങ്ക്ഫുൾ ആണ് BMC ആയിട്ട്. ശരി, നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന സിംഗേഴ്സാണ്. ഇത് പാഷൻ സിംഗേഴ്സാണ്. നിങ്ങൾ മ്യൂസിക്കിനോടുള്ള പാഷൻ കൊണ്ടിട്ട്, അല്ലാതെ പാട്ട് പാടി നമ്മളാദ്യം ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു നമ്മളെ ആദ്യം നമ്മളെ മെയിൻ. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, നമുക്ക് ലേഡീസ് മാത്രമായിട്ട്. പെട്ടെന്ന് അത് ആദ്യം എനിക്ക് തോന്നുന്നു ഒരു തമാശ രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. ശരിക്കും അത് സീരിയസ് ആയി ഇതുവരെ എത്തുന്ന നമ്മൾ കരുതിയില്ല. ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കൊരു പേരുണ്ട് ടീമിന്, ദ പിങ്ക് ബാങ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മള് ലേഡീസിനെ ഇത് ചെയ്യുന്നത് പിങ്ക്. അപ്പൊ പിങ്കിന്റെ ഒരു പൊട്ടിത്തെറി തന്നെയാണ് ഞങ്ങളെ ഉദ്ദേശം. ഒന്നും ഉണ്ടായിട്ടില്ല. അതെ അതെ. ശരി. അത് സാധാരണഗതിയിൽ ഈ ഒരു ഗ്യാതറിംഗ് നടക്കുന്ന സമയത്ത് പെൺകുട്ടികൾ സ്റ്റേജിൽ നിന്നും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് കൂടുതൽ ഇഷ്ടമാകും. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും നിങ്ങളെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ അത് നിങ്ങളും അത് മാക്സിമം എൻജോയ് ചെയ്യുന്നു. അതുപോലെ പാട്ട് കേൾക്കുന്നവരും ശരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഭയങ്കര സിംഗേഴ്സ് ഒന്നും അല്ല, എന്നാലും ഞങ്ങളെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്. അല്ല, എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇപ്പോൾ ഒരുപാട് പാട്ടുകാർ ഇവിടെയുണ്ട്. അവരൊക്കെ ഈ പാട്ട് പാടുന്നത് അവർക്ക് ടൈം അവർ കണ്ടെത്തി പാടുന്നതാണ്. മീൻസ് നമ്മുടെ വർക്ക് ലോഡ്, ആ വർക്കിൻ്റെ ടെൻഷൻ, ആ സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പാടുന്നതാണ്. അങ്ങനെ ഒത്തിരി പരിപാടികൾ ചെയ്യുന്നവർ അങ്ങനെ തന്നെയാണ്. നിങ്ങളും അത് ഒരു 50% അങ്ങനെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും പാഷൻ ഉണ്ട് എങ്കിലും നമുക്ക് സ്ട്രെസ്സ്, അതാണ് മെയിനായിട്ടുള്ളത്. പ്രവാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സംഗീതം ഏറ്റവും ബെസ്റ്റാണ്. അല്ല, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ പാട്ടുമായിട്ട് അതുകൊണ്ട് നല്ല കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. നമ്മൾ പാട്ട് പാടാൻ കൂടിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു പകുതി 3/4 നമ്മൾ സംസാരം തന്നെയാണ്. അതിലൊരു 1/4 കൂടിയിരുന്ന് പാട്ട് പാടും. അല്ല, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുവാനുള്ളതും സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടാനും ഒപ്പം നിങ്ങൾ ഡാൻസ് കൂടി ചെയ്യുന്നുണ്ട് പാട്ടിനൊപ്പം, അല്ലേ? ഡാൻസ് കളിച്ചുകൊണ്ട് പാടുന്നു. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നു.
അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം നിങ്ങളിപ്പോൾ വേറൊരു അത്യാവശ്യം അറിയപ്പെടുന്ന സിംഗേഴ്സായി മാറിയത് അല്ലേ? ഇനിയും ആൾക്കാരൊക്കെ നിങ്ങളെ വിളിക്കും. നിങ്ങൾ ഇതൊരു എന്താ പറയുക, ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ മ്യൂസിക്കിനോട് പാഷൻ കൊണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അവർ വിളിച്ച് നമ്മളെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കൂ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. നിങ്ങളവിടെ ചെന്നിട്ട് ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്കറിയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ലേഡീസാണ്. അപ്പോൾ ലേഡീസിന് പൊതുരംഗത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിയുടെ സൈഡിലുള്ള സപ്പോർട്ട്? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ പാടാൻ പോകുന്നതും. ഇപ്പം എന്തൊരു പരിപാടിയായാലും നമ്മൾ എവിടെയായാലും എത്തിപ്പെടാനും ഒക്കെ അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ആ ഒരു നമുക്ക് എങ്ങനെയാണോ ഈ പാട്ടിനോട് ഇഷ്ടമുള്ളത് അവർക്കും അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പാട്ട് പാടാനും കേൾക്കാനൊക്കെ ഇഷ്ടം, പാടില്ല പക്ഷെ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഞാനിപ്പോ നമുക്ക് ഇത്ര വയസ്സായല്ലോ, വയസ്സ് പറയുന്നില്ല, അപ്പൊ ഇത്രയും കാലമായിട്ട് നമുക്ക് ഇതുപോലെ ഇത്ര ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വർഷം ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യാനും അതിന് ഇവരുടെ ഈ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും. നമുക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രോഗ്രാം അങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. ചില ഹസ്ബൻഡ്സ് ഇവിടെ നോർമലി ലേറ്റ് നൈറ്റ് ആണല്ലോ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്നാമത് അവരെ സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ, ഒന്നാമത് മക്കളെ കാര്യം, നമ്മൾ ഓരോ സ്റ്റേജിൽ കയറുമ്പോൾ മക്കളെ കാര്യം നോക്കുന്നതും ആ ഒരു ടെൻഷൻ നമുക്ക് 3 പേർക്കും ഇതുവരെ ഇല്ല. നമ്മളെ ടീമിലുള്ള മെമ്പേഴ്സിനായി കഴിഞ്ഞാലും ലേഡീസ് മാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് വിട്ട കുറെ ഹസ്ബൻഡ്സും ഉണ്ട്. മാത്രമല്ല, നിങ്ങൾ ലേഡീസിനെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ പ്രോഗ്രാമിന് വിളിക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളെ സേഫായിട്ട് കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യേണ്ടതുള്ളത്. പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് മാത്രമല്ല, നമ്മളൊരു ഫാമിലിയായി. നമ്മുടെ ഹസ്ബൻഡുമാരും അവര് തമ്മിലും ഒരു ബോണ്ടായി, ഞങ്ങൾ തമ്മിലും ഉണ്ട്. അപ്പൊ ആ ഒരു ഇതുള്ള കാരണം നമ്മളിപ്പോ ഒരു ഫാമിലിയാണ് ശരിക്കും പറഞ്ഞാല്. നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പറയാൻ കുറച്ചുകൂടെ നമ്മളെ അടുത്തുള്ള കുറച്ച് പേര് കൂടെ നമ്മളെ കൂടെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഇതില്. എങ്ങനെ ഇതിന് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? പ്രാക്ടീസ് നമ്മൾ ഓരോ വീട്ടിലേക്ക് കൂടും, ഇങ്ങനെ കൂടിയിട്ട് അതാ ഞാൻ പറയുന്നത്. പ്രാക്ടീസിന് കൂടാൻ പോയി കഴിഞ്ഞാലും ഒരു പിന്നെ ഇത് പാട്ട് മാത്രമല്ല, വീഡിയോസും എല്ലാം ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് പേജൊക്കെ നമ്മളെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതില് മിക്ക ടിക്ടോക്ക് വീഡിയോസും പാട്ടായാലും ഡാൻസ് ആയാലും അങ്ങനെ ഫുൾ എന്റർടൈൻഡ് ആയിട്ട് പോകുന്നു. പാട്ട് മാത്രല്ല, അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും പല വേദികളിലും പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഫാമിലി ആയിട്ട് തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണുള്ളത് അല്ലേ? ഒരു അവർക്കായാലും ഇപ്പൊ പാടണം ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലും വന്നു തുടങ്ങി. പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവര് ഇത് പിൻബാങ് ആണ്, അതിലാണ് അമ്മയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഇത് പ്രൗഡാണ്. അപ്പൊ അവർക്കും ഇനി അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പ്രേരണ തന്നെയാണ്. മറ്റുള്ള സ്ത്രീകൾ കുറച്ച് എല്ലാവരും കുറച്ച് ബോൾഡ് ആവണം എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളെ പോലെ തന്നെ വീട്ടില് റൂമിലിരിക്കുമ്പോ ഇങ്ങനെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ് നമ്മളെ കൂടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കൂടെ കൂട്ടുക, ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ പാടാനുണ്ടാവുക, എൻജോയ് ചെയ്യുക, അതാണ് നമ്മുടെ അല്ല. അത് നിങ്ങളുടെ ഹസ്ബൻഡുമാർ എല്ലാവർക്കും ഒരു മാതൃകയാകേണ്ടതാണ്. കാര്യം വെച്ചാൽ ഇതുപോലെ കഴിവുള്ള പല സ്ത്രീകളും ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഹസ്ബൻഡുമാർ അവരെ പുറത്ത് വിടാതെ വെച്ചിരിക്കുന്നത് കൊണ്ട്. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഏതെങ്കിലും വേദിയിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ്, അങ്ങനെ തന്നെ ആയിരിക്കണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ഇവിടെ ഒരുപാട് സംഘടനകളുള്ള ഒരു രാജ്യമാണ് അല്ലേ? ഏതെങ്കിലും സംഘടനകളുമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? മീൻസ് നിങ്ങളിപ്പോൾ ഒരു പാട്ട് ടീമുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള സംഘടനകളുമായിട്ട് സഹകരിക്കുന്നത് നിങ്ങൾക്കെല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ മുൻധാരയിൽ ഒന്നിലും പ്രവർത്തിക്കുന്നില്ല. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ചെറിയ സംഘടനകളിലൊക്കെ ഉണ്ട് മെമ്പേഴ്സ് ഒക്കെ തന്നെ. മീൻസ് നാട്ടിലെ നമ്മുടെ നാട്ടിൻ്റെതായിട്ടുള്ള കൂട്ടായ്മകളിലൊക്കെ കൂട്ടായ്മ ഉണ്ട്. നിലമ്പൂർ, കനോലി നിലമ്പൂർ, അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന? അങ്ങനെയൊന്നുമില്ല. ഹസ്ബൻഡ്
അതില് ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ട്. ഞാനും ഉണ്ട്. ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ല സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ശരണ്യോ? ഇല്ല, ഇപ്പം നിലവിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എങ്കിലും ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരോട്ടൊക്കെ ഒരു ചെറിയൊരു ഇതിൽ നിന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അവർ നമ്മളെയും കൂടി പരിഗണിക്കത്തുള്ളൂ അല്ലേ? നമുക്ക് ഇന്ന ഒരു ഇതൊന്നും ഇല്ല, നമുക്ക് എല്ലാവരും ഒരുപോലെ. ആരെയും വെറുപ്പിക്കുന്നില്ല, അതാണ് സംഭവം. നമ്മൾ അങ്ങനെ ഏത് സംഘടന അവര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യും. അങ്ങനെ ഇതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വനിതകളാണ്, അപ്പോൾ പല വേദികളിലും പ്രോഗ്രാം ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള നേരിട്ടിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന? ഞങ്ങള് പാട്ട് നല്ല ഭയങ്കര പാട്ടുകാരല്ലാത്തതിന്റെ അപ്പൊ നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടെ വേറെ ടീമൊന്നും നമുക്കില്ല. നമ്മൾ ഈ സിംഗേഴ്സ് കുറച്ച് പേര് തന്നെ ഉള്ളൂ. മെയിനായിട്ട് ഇപ്പൊ ഞങ്ങൾ 3 പേരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സെറ്റിങ്സ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമിങ്ങും പ്രശ്നങ്ങളും, പിന്നെ നമ്മൾ നേരത്തെ എത്തിയാൽ ചിലപ്പോൾ പ്രോഗ്രാം ലേറ്റ് ആവും, നമ്മള് ലേറ്റ് ആവുമ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങള് സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നങ്ങള് കൊണ്ടുള്ള നമ്മള് വലുതായിട്ട് പ്രതീക്ഷിച്ചിട്ട് പോകും. അങ്ങനെ പാടണം ഇങ്ങനെ പാടണം, പക്ഷെ മൈക്ക് സിസ്റ്റം കൊള്ളൂല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെർഫോമൻസിന് അത് ബാധിക്കും. അപ്പം പുറമേ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. നമ്മള് എല്ലാരും ഇപ്പൊ എത്ര പേരുണ്ട് അത്ര പേര് ഒരുമിച്ച് പാടുന്ന രീതിയിലൊക്കെ പാട്ടുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഡുവൈറ്റ്സ് അങ്ങനെ ആയിരിക്കും കൂടുതലും. അപ്പൊ നമുക്ക് അത്രയും മൈക്കും കൂടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റും. അതൊക്കെ അവിടെ എത്തുമ്പോ ഇല്ലാതിരിക്കുമ്പോ അതൊക്കെ മാറ്റിണ്ട് ആ സമയത്ത് സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോ പാട്ട് മാറ്റേണ്ടി വരാം. അങ്ങനെയൊക്കെ സെറ്റിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചിലപ്പം നമ്മൾ 5 പേര് പോകണമെങ്കിൽ 5 പേര് ഒന്നിച്ച് പാടുന്ന പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാ പോവാ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര പ്രശ്നം. അപ്പം നമുക്ക് ചിലപ്പോ സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് ചിലപ്പം ഒരു നമ്മളെ ഫേസിലത് അല്ല, അത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. മീൻസ് ഏതൊരു സാഹചര്യത്തിലും എങ്ങനെയും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസോട് കൂടി വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ എല്ലാ വേദികളും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില സംഘടനകൾ, ചെറിയ സംഘടനകൾ ഉണ്ടാവും, വലിയ സംഘടന ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ സെറ്റപ്പൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതായിരിക്കും. ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നന്നായിരിക്കാം, അങ്ങനെ സംഭവിക്കാം. നാട്ടിൽ ഒരുപാട് പാട്ടുകാരുണ്ട്, അതുപോലെ ബഹ്റൈനിലും ഉണ്ട്, GCC കൺട്രീസിലൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെക്കാൾ കൂടുതൽ ഈ പ്രവാസ ലോകത്ത് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? തീർച്ചയായും നാട്ടിൽ നമ്മൾ ആഘോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഓണമായാലും ഒരു ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഓണം, ആ കൊല്ലത്തെ ഓണം തീർന്നു. പക്ഷേ ഇവിടെ ഗൾഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെടുത്തോളം ആഘോഷം തുടങ്ങുന്നത് ഓണത്തിൻ്റെ 1 മാസം മുന്നേ ആഘോഷം തുടങ്ങും. അത് ആ ഒരു കൊല്ലം കഴിയുന്നത് വരെ, അടുത്ത ഒരു ഒക്കേഷൻ വരുന്നത് വരെ പല അസോസിയേഷൻ്റെതായിട്ട് ആഘോഷങ്ങളുണ്ട്. അപ്പം അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഗൾഫിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, നമുക്കൊരു പ്രോഗ്രാം ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇപ്പം BMC തന്നെ എടുക്കുകയാണെങ്കിൽ BMCയിൽ തന്നെ 30 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ. ഒരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമായാലും ക്രിസ്മസ് ആയാലും 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പം നമ്മൾ പ്രോഗ്രാം നാട്ടിലേക്കാളും കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ ഗൾഫ് കൺട്രി തന്നെയാണ് അവസരങ്ങൾ കൂടുതൽ ഗൾഫിൽ തന്നെ. നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ പ്രവാസ ലോകത്ത് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എത്തിയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ? ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളിൽ ആഘോഷങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലൊക്കെ പങ്കെടുക്കാനും പറ്റും. അങ്ങനെയല്ലേ രേഷ്മ? അതെ അതെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് അവസരങ്ങൾ കിട്ടുവാണ്. നാട്ടിലാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ മൂളിപ്പാട്ട് പോലും പാടാറില്ല. എന്തായാലും നാട്ടില് നമ്മൾ പാടുന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് വീഡിയോസ് ഇടുമ്പോഴാണ്. തീർച്ചയായിട്ടും ഈ ചെറിയ രാജ്യത്ത് നമ്മൾ ബഹ്റൈനിൽ അറിയപ്പെടുന്ന സിംഗേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ നാട്ടിൽ ഇപ്പൊ രേഷ്മയുടെ സ്ഥലം എവിടെയാണ്? നിലമ്പൂര്, പക്ക നിലമ്പൂര്. വഴിക്കടവിലുള്ള ആൾക്കാർ പോലും വഴിക്കടവിൽ അറിയപ്പെടുന്ന സിംഗർ എന്ന് പോലും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. അതെ, അപ്പൊ ഇതൊരു രാജ്യത്ത് അറിയപ്പെടുന്ന സിംഗർ എന്നാണ്. അത്
ഏറ്റവും വലിയ കാര്യമല്ലേ. നാട്ടിൽ നിൽക്കുന്നു, ബഹറിൽ അറിയപ്പെടുന്ന സിംഗറാണ് രേഷ്മയെന്നോ അല്ലെങ്കിൽ ശരണ്യെന്നോ ജിതിലയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. എന്റെ അമ്മയും പറയും പാട്ട് പഠിപ്പിച്ചതിന് ഒരു ഗുണം ഉണ്ടായത് ഇപ്പോഴാണ്. അതുവരെ വെറുതെ പാടുകയും കാര്യങ്ങളൊന്നുമില്ല, പാടാൻ പറഞ്ഞാലും പാടില്ല. ഈ ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ആണ് എവിടെയും കയറി പാടില്ല. ഇപ്പോഴാണ് പാടിയാണ് അത് കുറച്ചത് ബെറ്റർ ആയത്. അതപ്പോഴും അമ്മ പറയും. അത് സത്യം. എൻ്റെ വീട്ടിൽ നിന്ന് സെയിം ഡയലോഗ് വന്നിട്ടുണ്ട്. പാട്ട് പഠിപ്പിച്ചതിന്റെ ഗുണം ഇപ്പൊ ഒന്ന് കാണാൻ പറ്റിയത്. അതെ അതെ. അല്ല, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പത്തെക്കാളും കൂടുതൽ ഫ്രീഡം ഇപ്പൊ കിട്ടുന്നുണ്ടോ? അതെ ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. ഞാൻ മുന്നേയും പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടില്, ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനൊക്കെ താല്പര്യമാണ്. അവിടുന്ന് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ എന്നെ കൊണ്ട് വീട്ടിൽ നിന്ന് പാടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നാട്ടിലൊന്നും, ഇപ്പൊ ഒന്നും ഇല്ല പറയുകയാണെങ്കിൽ. അതിന് അങ്ങനെ ആക്റ്റീവായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാണ്ട് മനസ്സിലുണ്ടായത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഓണമൊക്കെ വരികയാണെങ്കിൽ, നമുക്ക് നാട്ടിലാണെങ്കിൽ ഒരു ദിവസമല്ലേ ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പല പല ആളുകളായിട്ട് എത്രയോ ദിവസങ്ങൾ നമുക്ക് ഓണം ആഘോഷിക്കാം. അത്രയും സന്തോഷവും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലതായിരുന്നു ഇതുവരെയുള്ള അനുഭവം. ഫ്രീഡം കല്യാണത്തിന് മുന്നേ ഫ്രീഡത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായത് കല്യാണത്തിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായത്. നാട്ടിൽ പൊതുവെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോയിട്ടില്ല, കോളേജ് ലൈഫ് വരെ. പിന്നെ അതിലേക്ക് പുറമേ ആ ഒരു ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല എന്ന് പറയാം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പം ജോലിയെല്ലാം കിട്ടി, കുട്ടിയൊക്കെ ആയതിനു ശേഷം, ഫ്രീ ആയതിനു ശേഷമാണ് ഇപ്പം ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പോകുന്നു. അങ്ങനെയാണ്, നമുക്കൊരു പാട്ടോടെ കേട്ടാലോ? ഓക്കെ. ओ मेरी बाहों से निकल के तू अगर मेरे रास्ते से हट जाएगा, तू लहरा के हो बलका के मेरा साया तेरा तन से लिपट जाएगा, तुम छुड़ाओ लाख दामन छोड़ते हैं कब ये अरमां कि मैं भी साथ रहोगे जहाँ, ओ मेरे सोना रे सोना रे सोना रे, दे दूंगी जान जुड़ा मत होना रे, मैंने तुझे जरा देर में जाना, हुआ कसूर कफा मत होना रे, मैंने तुझे जरा देर में जाना, हुआ कसूर कफा मत होना रे, ओ मेरे सोना रे सोना रे सोना. നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ നിങ്ങൾ ബഹ്റിനിൽ ഒരുപാട് വേദികളിൽ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അതുപോലെ ബഹ്റിനിൽ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഈ മറ്റ് സിംഗേഴ്സിൽ നിന്നും നിങ്ങൾക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? സാധാരണ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ ചെറിയ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. ഞങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ടീം എന്ന് പറയുന്നത് മിന്നൽ ബീറ്റ്സ് ആണ്. അവരും ഇതുവരെ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട്, അവർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാംസ് ഒക്കെ ചിലതൊക്കെ നമുക്ക് തരാറുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അല്ല, നമ്മൾ 3 പേരും അതിലുണ്ടായതാ. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴും തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. തെറ്റിപ്പിരിഞ്ഞിറങ്ങിയതൊന്നല്ല, നമുക്ക് അവസരങ്ങൾ കുറവായിരുന്നു, അവർക്കും അതറിയായിരുന്നു. അപ്പൊ അവര് നമ്മളെയും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മള് ഇപ്പോഴും അവരുമായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ കോണ്ടാക്ട് ഉണ്ട്. അവര് നമുക്ക് പ്രോഗ്രാംസും തരാറുണ്ട്. ഇന്നും കൂടെ നമ്മൾ സംസാരിച്ച ആൾക്കാരാണ്. പിന്നെ നമ്മൾ വേറൊരു ടീമിലും കൂടി ഉണ്ട് കേട്ടോ, ആരവം നാടൻപാട്ട് ടീം, അതിലും ചെയ്യാറുണ്ടായിരുന്നു. ഞാനും ശരണ്യാണ്. ഇയാൾക്ക് പിന്നെ നാടൻപാട്ടിനോട് വലിയൊരു ചായവില്ലാത്ത കാരണം ഇപ്പൊ തൽക്കാലം ഇല്ല, വരുമോന്നറിയില്ല. ശരി. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. 2 പേരും ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. ഒരാൾ ഇപ്പം 5th ലേക്കും ഒരാൾ 1st സ്റ്റാൻഡേർഡിലും. കലാകാരികൾ തന്നെയാണോ? കലാകാരികളായിരിക്കും, ആവണം. അവന്തിക, ആഗ്നേയ, ഹസ്ബൻഡ് രജീഷ്. എനിക്ക് 2 ബോയ്സ് ആണ്, 2 ആൺകുട്ടികളാണ്. ഒരാൾ LKG, ഒരാൾ 2nd സ്റ്റാൻഡേർഡിൽ ഇന്ത്യൻ സ്കൂളിൽ. മൂത്താൾക്ക് പാട്ട് പാടാനൊക്കെ അത്യാവശ്യം നല്ല താല്പര്യവും കാര്യം. ഞാൻ വീഡിയോസൊക്കെ അവനും ഞാനും കൂടെ പാടിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇടാറുണ്ട്. താല്പര്യമുള്ള കൂട്ടത്തിൽ തന്നെയാണ്.
എനിക്കും ഒരു മോനാണ്. ഇപ്പം ഇനി 2nd സ്റ്റാൻഡേർഡിലേക്ക്. സംസ്ഥിത് എന്നാണ് പേര്. ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ജിതേഷ്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഒറ്റയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഹസ്ബൻഡുമാരെ നിങ്ങളെ ഏതെങ്കിലും എടി അങ്ങനെയല്ല പാടുന്നത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ തിരുത്തി തരാറുണ്ടോ? ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഉണ്ടോ? പാട്ടിലേക്ക് എന്നെ അങ്ങനെ തിരുത്താൻ വരാറില്ല. പക്ഷെ മുന്നിൽ നിന്ന് പാടി പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നാറില്ല. അങ്ങനെ തോന്നാറില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് മക്കളുണ്ടാവും, പക്ഷെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പാടുന്നത് പാടി റെഡിയാക്കുന്നതിന് താല്പര്യം. വീട്ടിൽ നിന്ന് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഗ്രൂമിംഗ് ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. മെയിനായിട്ട് ഞങ്ങൾ 3 പേരും കൂടുമ്പോഴാണ് കാര്യമായിട്ടുള്ള പ്രാക്ടീസ് ഞങ്ങൾ ചെയ്യാറ്. ഒറ്റയ്ക്ക് ചെയ്യുന്നത് കുറവാണ്. കുക്ക് ചെയ്തോണ്ട് പാട്ട് പഠിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ അതേ ഉള്ളൂ. അതുകൊണ്ട് കുക്കിംഗ് അവിടെ സ്ലോ ആവും, പാട്ട് മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ കാര്യങ്ങൾ. അല്ല, ഇനി ഒരു കുക്കറി ഷോ ചെയ്താൽ മതി. നിങ്ങള് പാട്ട് പാടിക്കൊണ്ട് എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് അല്ലെ, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കണമല്ലോ. എപ്പോഴും പാട്ട് മാത്രം. ഇപ്പൊ പലരും ചിത്രം വരച്ചുകൊണ്ട് പാട്ട് പാടുന്നു, പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള സംഗതികൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുമ്മുണ്ടാവില്ല. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാട്ട് പാടിക്കൊണ്ട് കിച്ചണില് 3 പേരും കൂടി. അത് ക്ലിക്കായി. ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതാണ്, അപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ട് കൂടിയുണ്ടാവും. നമ്മള് അത് സ്റ്റാർട്ടിങ് സമയത്ത് ഏതോ ഒരു പ്രാക്ടീസിന് കൂടി ഇപ്പൊ ചെയ്ത. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യത്യസ്തമായ സംഗതി ചെയ്യാൻ താല്പര്യമുണ്ടോ? മെയിനായിട്ട് നമുക്ക് ലേഡീസിന്റെ ഒരു നല്ല ടീം, നല്ലൊരു ബലമുള്ള ഒരു ടീം ആയിട്ട് നല്ല രീതിയിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൽ നടക്കും. പിന്നെ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ എടുക്കണം, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏതെങ്കിലും കവർ സോങ് അല്ലേ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കാര്യമായിട്ട് നമ്മളിങ്ങനെ ഓരോ ഇത് വരുമ്പോ നമ്മൾ ചിലപ്പോൾ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടായിരിക്കും അല്ലെ ഒക്കേഷണലി അങ്ങനെ ചെയ്യും. അതൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്, നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറ്റുന്ന പോലെ റെക്കോർഡ് ചെയ്ത് എല്ലാം നമ്മൾ തന്നെ. വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റിംഗ് ആയാലും റെക്കോർഡിംഗ് ആയാലും എല്ലാം നമ്മൾ തന്നെ ചെയ്യും. ഇപ്പോൾ വളരെ അടുത്താണ് വിഷു കഴിഞ്ഞു പോയത് അല്ലേ? അപ്പോൾ വിഷുവിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? വിഷുവിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നോ? വിഷുവിന് മെയിനായിട്ട് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നമ്മൾ തന്നെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് നമ്മളെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റീച്ചിൽ പോകുന്നുണ്ടായിരിക്കും. കുഴപ്പമില്ലാത്ത രീതിയിൽ പേജ് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഈ ടീമുമായിട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നന്ദി പറയാനായിട്ട് പലരോടും ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഇങ്ങനെ ഒരു പേരൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ ഇത്രയും കാലത്തെ ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല ആൾക്കാരുടെ അടുത്തും നന്ദി പറയാനുണ്ടാവും അല്ലേ? അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലിക്ക്, പിന്നെ ഈ BMC ആണ് നമുക്ക് ഒരുപാട് വേദികൾ ഒരുക്കി. അതില് രാജേഷ് ചേട്ടൻ തന്നെ നമുക്ക് എടുത്തു പറയാം. രാജേഷ് ചേട്ടൻ തന്നെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞങ്ങള്. കാരണം നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. അല്ല, എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു പേരിലൂടെ വേദിയിൽ പാടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ ബഹ്റൻ മീഡിയ സിറ്റിയിലെ ചെയർമാൻ ഫ്രാൻസിസ് സാർ തന്നെയാണ്. തീർച്ചയായിട്ടും സാർ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത്. ആ ഒരു അവസരത്തിലാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പാട്ട് പാടാനുള്ള അവസരങ്ങൾ കിട്ടിയത്. തുടങ്ങിയിട്ട് ഫസ്റ്റ് പ്രോഗ്രാം നമ്മളെ വിളിച്ചിട്ട് അപ്പൊ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞത് സാറാണ്. നമ്മള് ലോഗോ ലോഞ്ചിങ് ഇവിടെ വെച്ചിട്ട് ഫ്രാൻസിസ് സാർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായ. അതേ സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം സാർ തന്നെ തന്നത്. അതും അന്നത്തെ വലിയ ധൈര്യത്തോടു കൂടി നമ്മളെ ഏൽപ്പിച്ചു അല്ലേ? നമ്മള് പ്രൂവ് ചെയ്ത് കാണിക്കാൻ നമ്മുടെ മുമ്പിൽ പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാർ അത് ഞങ്ങൾക്ക് പറ്റുന്ന രീതി ഞങ്ങൾക്ക് തന്നെ തന്നു. ഏറ്റവും വലിയ കടപ്പാട് എന്ന് പറയുന്നത് അതെ, സാർ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ 1ാം വാർഷികം നടത്തിയതും
BMCയിൽ വെച്ചിട്ട് തന്നെയാണ്, സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരെ സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി പേര് ഈ വേദിയിൽ നിന്നും ഇതുപോലെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല ഒരു കൈപ്പുണ്യമുള്ള മനുഷ്യനാണല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ എനിക്ക് പോലും ഈ ഇങ്ങനെ ഇവിടെ നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ പറ്റിയത് സാറിൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം കലാകാരന്മാരെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സിനുടമ കൂടിയാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പുതിയ സിനിമ, ആദ്യം ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടാമതൊരു സിനിമ കൂടി ഇപ്പോൾ ഈ 10-ാം തീയതി റിലീസായി. ആന്തോളജി ഫിലിം എന്ന ഷെൽട്ടർ എന്ന പേരിൽ നമ്മളെ ഇവിടുത്തെ തിയേറ്ററുകളിൽ തന്നെയാണ് റിലീസായത്. എടത്തോടി ഫിലിംസാണ് ഇത് വിതരണം ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. അതിനും നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അതിൽ ഏകദേശം 4 കഥകളാണ്, മീൻസ് 4 സിനിമകൾ ചേർത്ത് കൊണ്ടുള്ള ഒരു സിനിമ. മുമ്പൊരിക്കൽ ഒരു 10 ക്ലൈമാക്സ് വെച്ചുകൊണ്ടൊരു സിനിമ വന്നിട്ടില്ല, കേരള ടാക്കീസ്, അങ്ങനെ ഏതോ കേരള കഫേ എന്നാണ്. അതുപോലത്തെ ഇത് GCCയിൽ ആദ്യമായിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ആന്തോളജി ഫിലിമാണ്. അത് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. അതൊക്കെ സന്തോഷമാണ്. ഏകദേശം 100-ലേറെ കലാകാരന്മാരാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ബെഹ്റനിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ബിഗ് സ്ക്രീനിൽ വന്ന സിനിമാ താരങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മീൻസ് നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടിക്കൂടായികയില്ല അല്ലേ? ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ പാട്ടെല്ലാം പഠിച്ചിട്ട് ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷെ അവസരം കിട്ടുന്നത് അല്ലാതെയുള്ള ആർക്കെങ്കിലും പാട്ടൊന്നും പഠിച്ചിട്ടില്ലാതെ അത്യാവശ്യം നന്നായിട്ട് പാടുന്നവർക്കൊക്കെ ആയിരിക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമാണ് അല്ലേ? അപ്പം അങ്ങനെ സിനിമയിലൊക്കെ പാടാനും അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ സംഗീതം വെച്ചുകൊണ്ട് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സംഗതികൾ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് കിട്ടിയാൽ ആ പർട്ടിക്കുലർ വെജിറ്റബിൾസ് വെച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ സംഗീതം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വേദികളിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം രാഗങ്ങൾ വെച്ചിട്ടുള്ള അല്ലേ? ഇപ്പോൾ ഒരേ രാഗത്തിൽ തന്നെയുള്ള വ്യത്യസ്തമായ ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഒരേ രാഗത്തിലുള്ള ഇപ്പോൾ കേൾക്കുന്നവരായിരിക്കും ഇതൊക്കെ ഈ രാഗം ബേസ്ഡ് ഇങ്ങനെയൊക്കെ സംഗതികളുണ്ടോ അല്ലേ? അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ ഒരേ താളത്തിലുള്ള പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് കോപ്പിയാണല്ലോ, മറ്റേ പാട്ട് പോലെ ഉണ്ടല്ലോ. അത് എല്ലാം ഒരേ രാഗത്തിലുള്ള പാട്ടുകളാണ്. ആ രാഗം ബേസ്ഡ് ആയതുകൊണ്ടാണ് ഒരേ പോലെ തന്നെ വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പരിപാടികളാലും എന്നും നമ്മൾ ഒരേ ടൈപ്പ് പാട്ടുകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ദേ അവർ വന്നിട്ടുണ്ട്, ഇപ്പം അടുത്ത പാട്ട് ഇതാണ്, നിങ്ങൾ പാടുന്ന പാട്ടുകൾ അവിടെ ഓഡിയൻസ് അവിടെ ഇരുന്ന് പറയും. അതിനുള്ളൊരു അവസരം കൊടുക്കരുത്. നമ്മൾ വ്യത്യസ്തമായ ഏതെങ്കിലും അല്ലെങ്കിൽ 80s കുറേ പാട്ടുകൾ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഹൊറർ സോങ്, അതുപോലെ ലവ് സോങ്, അങ്ങനത്തെ കുറേ കാറ്റഗറി ബേസ്ഡ് പാട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് എനിക്ക് അങ്ങനെയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സന്ദേശങ്ങൾ, മീൻസ് പുതിയ തലമുറ ഇപ്പോൾ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവരതിലോട്ട് പോവില്ല. അതിന് ഏറ്റവും പറ്റിയ ഒന്നാണ് സംഗീതം എന്ന് പറയുന്ന ഈ അനുഗ്രഹീത കല. എന്ത് പറയുന്നു പുതിയ തലമുറ? പാട്ടിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, പാട്ട് പഠിക്കാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനുള്ള ഇത് യൂട്ടിലൈസ് പഠിച്ചിരിക്കണം. അത് നല്ലൊരു ഇതാണ്. ഞാൻ തന്നെ ഇത് പഠിച്ച സമയത്ത് ഇതിനോട് ഒരു ഇതും കാണിക്കാതെ എൻ്റെ അമ്മേൻ്റെ താല്പര്യത്തിൻ്റെ പുറത്താണ് പഠിച്ചിരുന്നത്. അന്ന് അതിനൊരു ഇതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇതിനൊരു വില കൊടുത്തുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അന്ന് പഠിച്ചത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അത്രയെങ്കിലും കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അത്രയെങ്കിലും പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അമ്മയോട് പറയാറുമുണ്ട്. അതപ്പോൾ അങ്ങനെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, മീൻസ് ബോറടിക്കില്ല
അല്ലേ? നമുക്ക് ആ ബോറടിക്കുന്ന സമയത്ത് ഒന്നുകിൽ പാട്ട് പാടാം, അല്ലെങ്കിൽ പുതിയ പുതിയ പാട്ടുകൾ പഠിക്കാം, അല്ലെങ്കിൽ പാട്ട് മൂളം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടാവത്തില്ല, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും അല്ലേ? അത് തന്നെയാണ് ഇപ്പൊ പുതിയ തലമുറയിൽ ഏതെങ്കിലും കാര്യത്തിൽ അവർ എൻഗേജ്ഡ് ആണെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യത്തിലോട്ട് പോകത്തില്ല, ഈ രാസലഹരിയുടെ പുറകെ പോകത്തില്ല. അല്ല, അത് സംഗീതമല്ല, വേറെ ഏത് കലയായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ആയിക്കഴിഞ്ഞാലും അത് നല്ലത് തന്നെ. രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പഠനത്തോടൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കൂടി അവർക്ക് താല്പര്യമുള്ളതിനനുസരിച്ച്, അല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ എനിക്ക് പാട്ട് ഇഷ്ടമായതുകൊണ്ട് എന്റെ മക്കൾക്ക് പാട്ട് തന്നെ പഠിക്കണം എന്നുള്ളത്, അവർക്ക് ഏത് മേഖലയിലാണോ താല്പര്യമുള്ളത് അതില് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഏതിലാണ് താല്പര്യമെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യത്തിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്താ ജിതിൽ എന്ത് പറയുന്നു? എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. നമ്മൾ ആദ്യം കുട്ടികളുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകും. എല്ലാ രക്ഷിതാക്കളും ഇപ്പൊ നമ്മൾ പറയേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു ടൈമാണല്ലോ. ഞാൻ എൻ്റെ 2 മക്കളുള്ള ഒരു അമ്മ കൂടിയാണ്. അപ്പോൾ ഞാനും ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മളെ ഭാവി ജീവിതം, കുട്ടികളൊക്കെ എങ്ങനെയാ, എൻ്റെ മക്കളെന്നല്ല, നമുക്ക് ഏതൊരു മക്കളുടെ കാര്യമായാലും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് ഈ കാര്യത്തിൽ. ഇപ്പൊ കേൾക്കുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യം വേണ്ട നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കുട്ടികൾക്ക് എന്തും പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഇത് ചെയ്യുക, കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊണ്ടുവരിക. വീട്ടിൽ അവർക്ക് എന്തും പറയാനുള്ള ഒരു അവസരം ആദ്യം എല്ലാം രക്ഷിതാക്കളും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛനും അമ്മയും നല്ല ലിസണേഴ്സ് ആവുക. എല്ലാം അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനുള്ളൊരു മനസ്സ്. കുട്ടികൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവരെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു കുട്ടിയും ഒരു കാര്യവും തുറന്ന് സംസാരിക്കില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവർ പറയുന്ന ഏത് ചെറിയ കാര്യമായാലും അതിന്റെ കൂടെ നിൽക്കണം നമ്മൾ ആദ്യം, എന്നാലേ അവർ അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഏറ്റവും നല്ല ക്വാളിറ്റി, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കണം. ഒരാൾ നമ്മളോടൊന്നൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് ശ്രദ്ധാപൂർവ്വം കേൾക്കാനുള്ള ഒരു മനസ്സ്. അങ്ങനെ അത് നമ്മൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അതെ, പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ പാരൻസിനോട് എന്ത് പറയാനുള്ള ഒരു ധൈര്യം കൊടുക്കുക. അതായത് എന്ത് ജീവിതത്തിൽ എന്ത് മോശം സംഭവം ഉണ്ടായാലും നല്ലതുണ്ടായിക്കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിലെ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞ് പാരൻസിനോട് തുറന്ന് പറയാനുള്ള ആ ഒരു സാഹചര്യം കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതിന് അപ്പം വീട്ടിലെ അന്തരീക്ഷം കൂടി നന്നാവണം. അപ്പം അച്ഛനും അമ്മയും കുട്ടിയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പം അന്നേരം തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികൾ നമ്മൾ കൂടുതൽ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പം ഇതന്നെ നമ്മൾ ആദ്യം വീട്ടിലെ സാഹചര്യം നന്നാവെങ്കിൽ ഇതിലൊക്കെ ഉപരി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മളെല്ലാം ഇപ്പോൾ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് പറയുക. എല്ലാം അവരെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അച്ഛനും അമ്മയും കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. അച്ഛനും അമ്മയും നല്ല രീതിയിൽ ജീവിക്കാതെ കുട്ടികൾ നല്ല രീതിയിലാവണമെന്ന് പറയുന്നത് നമ്മളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. എന്നും കുട്ടികളെന്ന് പറയുന്നത് അച്ഛനും അമ്മയെ റോൾ മോഡലാക്കിയിട്ടാണ് വളർന്നു വരേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മളൊരു തെറ്റ് കാണുമ്പോൾ നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവരെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിക്കുക പലരും. അത് നിർത്തിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ആദ്യം നമ്മളെ തിരുത്തുക, നമ്മൾ വിലയിരുത്തുക, നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്ട് ചെയ്യൂ. അതാണ് ഇപ്പൊ മക്കളോട് അച്ഛനും അമ്മയും കണ്ട് പഠിക്ക് എന്ന് പറയാൻ ഉള്ള സാഹചര്യം ക്വാളിറ്റി അച്ഛനും അമ്മയ്ക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ മനോഹരമായ ഒരു പാട്ടിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങിയത്. കാരണം നിങ്ങൾ 3 പേരും അത്യാവശ്യം അറിയപ്പെടുന്ന പാട്ടുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മനോഹരമായൊരു പാട്ടിലൂടെ തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ പാട്ട് നമുക്ക് നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. കാരണം നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് അല്ലേ? ഓക്കെ. കാതോരം
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ലാ 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 ലാ, ഓഹോ ലാ ലാ ലാ. പൊളിച്ചു. താങ്ക് യു. നല്ലൊരു പാട്ടിൽ തുടങ്ങി നല്ലൊരു പാട്ടിൽ അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ, പാട്ടിൻ്റെ കൊടുമുടികൾ താണ്ടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ വിളിക്കുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പാട്ടിൻ്റെ കൂട്ടായ്മ തന്നെ തുടങ്ങുന്നുള്ളത് മനസ്സിൽ പോലും വിചാരിച്ച കാര്യമല്ല. അപ്പം നമ്മൾ 2 വർഷങ്ങളായി കുറേ വേദികൾ പിന്നിട്ടു. ഇങ്ങനൊരു ഇൻ്റർവ്യൂ എന്താ രീതിയിൽ നമ്മൾ 3 പേരും ഇങ്ങനെ വന്നിരിക്കുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. പിന്നെ ഇത് ബിഗ് ലവ് ആണല്ലോ. ബിഗ് ലവില് നമ്മള് സാധാരണ കണ്ടിട്ടുള്ളത് കപ്പിൾസിനെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു 3 പേരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ നമ്മള് തമ്മിലൊരു ലവ് ഉണ്ടല്ലോ ഞങ്ങളുടെ പാട്ടിൽ. അതെ അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. തീർച്ചയായും ഒരുപാട് സന്തോഷം. താങ്ക് യു. BMC ഗ്ലോബൽ ലൈവ് മെഗാ മാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്ങുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.